ഞാനിന്ന് നിങ്ങളെ ടൈഗറിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാവേ. ടൈഗറിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിലെ ടൈഗറല്ല കേട്ടാ, ഇതാണ് ചെമ്മീൻ കെട്ടിലെ ടൈഗർ. ടൈഗർ പ്രോൺസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവന്മാർക്ക് നമുക്ക് തീറ്റ കൊടുക്കണം. ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എടാ വാടാ ടൈഗറെ വാടാ മോനെ വാ. ഒറ്റണോ മനിലല്ല, അതേ നിൽക്കുന്ന കേട്ടാ. സന്തോഷമായി. ഇവന്മാരുണ്ട് ഇവിടെ. അപ്പോൾ ഇവന്മാരെ ഞാൻ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഈ നെറ്റ് വളച്ച് ഇതിനകത്ത് ഇട്ടേക്കണം കേട്ടോ. ഇതിൻ്റെ അടി മുഴുവൻ നെറ്റാണ്. ഇതിനെ ഞങ്ങൾ പറയണവർ ആപ്പയെന്നാണ് പറയണം. ആപ്പ ഇവന്മാർക്ക് നമ്മളിന്ന് കൊടുക്കാൻ പോണത് കണ്ട, നല്ല മുട്ട പുഴുങ്ങി ഇങ്ങനെ അരച്ചെടുത്തേക്കണം കൊടുത്തിക്കണേ. ഇങ്ങനെ അതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവന്മാർ ഓടി വന്ന് തിന്നെല്ലാം വലുതാകണേ. അപ്പോൾ ഇവന്മാരെ ഞാനുണ്ടല്ലോ ഇന്നലെ രാത്രി കൊണ്ടൊന്ന് ഇട്ടേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ നെറ്റിലിട്ടാനുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഇവന്മാരെ തുറന്ന് വിടും കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം മതി. ഈ 2 ദിവസം കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് വലുതായൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ വലുതാവുള്ളൂ. പിന്നെ അന്നേരം തുറന്നു വിടണമെന്ന് വെച്ചാലേ നമ്മൾ ഇന്നലെ ഇതിനെ കൊണ്ടുവന്ന് ഇടണ സമയമുണ്ടല്ലോ, ആ കൊണ്ടുവന്ന് ഇടണ ആ ഒരു 3-4 മണിക്കൂർ ഇവന്മാർക്കൊരു പ്രശ്നമുണ്ട്. ഇവന്മാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മീതെ അവന്മാർക്കൊന്നും മനസ്സിലാകാണ്ട് പുതിയ സ്ഥലത്തേക്ക് വന്നേക്കണമല്ലോ, വെറുതെ വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ പൊങ്ങി നടക്കും. അപ്പോൾ മറ്റ് ഇതിനകത്തുള്ള മീനുകളൊക്കെ വന്നിട്ടും പെട്ടെന്ന് പിടിച്ച് നിന്ന് തീർത്ത് കളയും. അപ്പം അതുകൊണ്ടിട്ട് ഇന്നിപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 3-4 മണിക്കൂറല്ല, ഇപ്പോൾ 5-8 മണിക്കൂറായി തോന്നുന്നു. അവന്മാർ നെറ്റിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാനായിട്ട് പഠിക്കും, പെട്ടെന്ന് തന്നെ പഠിക്കും. ഭയങ്കര വില്ലന്മാരാണ് അവന്മാർ. ഇനി നിങ്ങൾ കണ്ടോ അവന്മാരുടെ സ്വഭാവം കണ്ടോ. ഇപ്പം ഇത്രയും ഇന്നലെ വെറുതെ പൊങ്ങി നടന്ന വെച്ചവന്മാരാണ്. ഇനി നമ്മൾ വിരലൊക്കെ കൊണ്ടുവന്നാൽ അവന്മാർ ചാടി മാറും അവിടെ നിന്ന്. അതിനർത്ഥം അവന്മാർ സർവൈവ് ചെയ്യാനായിട്ട് പഠിച്ചെന്നുള്ളതാണ്. ഇനി ഇവന്മാരെ തുറന്ന് വിട്ട് കഴിയുമ്പോൾ ഇവർ നമ്മുടെ ചെമ്മീൻ കെട്ടിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് പിടിച്ചിരിക്കും. പിന്നെ വലുതാവുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കുഞ്ഞിൻ്റെ വില എത്രയെന്ന് അറിയാമോ? ഈ ഒരു ചെമ്മീൻ കുഞ്ഞിൻ്റെ പ്രൈസ് എന്ന് പറയണതുണ്ടല്ലോ 35 പൈസയാണ് കേട്ടോ ഒരു ചെമ്മീൻ കുഞ്ഞിൻ്റെ പ്രൈസ്. അപ്പോൾ ഇവന്മാർ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 90 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവന്മാരെ പിടിച്ച് തുടങ്ങാം. 90 ദിവസം തൊട്ട് ഒരു 150 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇവന്മാർ ഭയങ്കര കൗണ്ടും. 90 ദിവസം പറയുമ്പോൾ 30 കൗണ്ടാവും. പിന്നെ ഒരു 10-60 ദിവസം കൊണ്ട് കഴിയുമ്പോഴേക്കും ഏകദേശം 15 കൗണ്ടിലേക്കൊക്കെ വരും. അപ്പോൾ ആവറേജ് നമുക്കൊരു ചെമ്മീന് ഏകദേശം ഒരു 10-40 രൂപ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതുണ്ടല്ല 20,000 കുഞ്ഞുങ്ങളെ കിടക്കണം. 20,000 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അയ്യോ കണക്ക് തെറ്റിയല്ല, ഒരു ചെമ്മീന് ഒരു 40 രൂപയൊക്കെ ആവറേജ് കൂട്ടിയാണെങ്കിൽ 10,000 ചെമ്മീന് 4 ലക്ഷം രൂപ കിട്ടും. ഇതിനകത്ത് 20,000 ചെമ്മീൻ കിടപ്പുണ്ട്. അപ്പോൾ 8 ലക്ഷം രൂപയുടെ സാധനമാണ് നമുക്ക് കച്ചാമരനകത്ത് കിടക്കുന്നത്. അപ്പം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ ഞാനൊരു 50,000 കുഞ്ഞിനെ വേറെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയൊന്നുമല്ല ഇട്ടത് കേട്ടോ, അത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ പോണ്ടിലേക്ക് ഇടിയാണ് ചെയ്തത്. അതിനകത്ത് എത്ര ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും ബാലൻസ് ഇല്ല. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടത് കേട്ടോ. അത് മീൻ പിടിച്ച് തീർത്തതൊന്നുമല്ല, ചിലപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അത് എല്ലാം ചത്തുപോയി. അപ്പോൾ പിന്നെ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ, 2 ദിവസം കഴിയുമ്പോൾ രാത്രി സൈഡിലുണ്ടെങ്കിൽ ഇവരെ നോക്കിയാൽ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് വീണ്ടും ഞാനിങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇനി ഞാൻ തീറ്റ കൊടുക്കട്ടെ കേട്ടോ. മുട്ട എല്ലാ സൈഡിലും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ശരിക്കും മുട്ടയല്ല ഇവന്മാരുടെ തീറ്റയുണ്ട്. ഇന്ന് രാവിലെ ആയതുകൊണ്ടിട്ട് ഇനി തീറ്റ മേടിച്ചിട്ട് വരാൻ സമയമില്ലല്ലോ. തീറ്റ കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പരസ്പരം ചിലപ്പോൾ ആക്രമിക്കും. അപ്പോഴും നമുക്ക് തന്നെ നഷ്ടം. ഇപ്പോഴും നഷ്ടമാണ്. ഇപ്പം മുട്ടയുടെ കാശ് വരെ നഷ്ടമാകുമെന്ന് തോന്നുന്നത് മിക്കവാറ്. പിന്നെ ശരിക്കും ഭയങ്കര പ്രോഫിറ്റായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ ചെമ്മീൻ. ഞാൻ പറഞ്ഞ കണക്കൊക്കെ കൃത്യമാണ്. പക്ഷേ ഇവന്മാരൊന്ന് സർവൈവ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണെന്നേ. ഇതേ പാത്രം വരെ കഴുകി കൊടുത്തിട്ടുണ്ട്. എടാ എനിക്ക് തിന്നാൻ വെച്ച മുട്ടയാണ് ഞാൻ നിനക്കൊക്കെ തന്നത്. നീയൊക്കെ ഞാൻ പട്ടിണി കിടന്നാലും വേണ്ടില്ല, നീയൊക്കെ ഒന്ന് വലുതായി വന്നാൽ മതി. എവിടെ ഇവന്മാർ വലുതായിട്ട് വന്നിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റും തോന്നല്ല. അപ്പോൾ ഈ ചെമ്മീൻ കെട്ട് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ചെയ്യണമല്ലോ. ചെമ്മീൻ കെട്ട് സംഗതി ഭയങ്കര പ്രോഫിറ്റബിളാണ് വർത്താനത്തിൽ. പക്ഷേ ഇവന്മാരൊന്നും വലുതാകില്ലെന്നേ. ചിലപ്പോൾ പിടിച്ചു വരും ചെമ്മീൻ കുഞ്ഞുങ്ങൾ. പക്ഷേ എന്നാലും നമുക്കിത് ഈ പറഞ്ഞ 90 ദിവസം തീർക്കാൻ പറ്റില്ല. അതിന് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും രോഗമൊക്കെ വന്ന് പെട്ടെന്ന് നശിച്ചു പോകും സംഭവം. ഭയങ്കര സർവൈവ് ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടുള്ള സാധനമാണ് ഈ ചെമ്മീനും ഞണ്ടും എന്നൊക്കെ പറയണത്. ചെമ്മീനും ഞണ്ടും